എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ 36th ക്ലാസ് ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഓസിലേഷൻ ആൻഡ് വേവ്സ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് എന്താണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ d²x/dt² + ω²x = 0. അതിനുശേഷം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നത് എങ്ങനെയാണ് ഈ ഒരു ഡിഫറൻഷ്യൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനായ d²x/dt² + ω²x = 0 എന്ന ഒരു ഇക്വേഷനിൽ നിന്നും എങ്ങനെയാണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ കണ്ടെത്തുക. അപ്പോൾ അതിൻ്റെ ഡെറിവേഷനും കണ്ടിരുന്നു. അതിനുശേഷം ആ ഡെറിവേഷനിലൂടെ നമ്മൾ കണ്ടെത്തി ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ v = ω√a² - x² എന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിരുന്നു. അപ്പോൾ ഈ v = √a² - x² എന്ന ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത് നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനായ d²x/dt² + ω²x = 0 എന്ന ഇക്വേഷനിൽ നിന്നാണ്. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനായ d²x/dt² + ω²x = 0 എന്ന ഒരു ഇക്വേഷൻ നമുക്ക് രണ്ട് സൊല്യൂഷൻസ് ആണ് തരുന്നത്. അതിലൊരു സൊല്യൂഷനാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷനായ v = √ω² - x². ഈ v = ω√a² - x² എന്ന് പറയുന്നത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനായ d²x/dt² + ω²x = 0 എന്ന ആ ഒരു ഇക്വേഷൻ്റെ ഫസ്റ്റ് സൊല്യൂഷനാണ്. അപ്പോൾ ആ ഫസ്റ്റ് സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷനാണ് v = ω√a² - x². ഇനി ഇതേപോലെ തന്നെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ സെക്കൻഡ് സൊല്യൂഷനാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആയ x കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ആ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു x = a sin ωt + φ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനായ d²x/dt² + ω²x = 0 എന്ന ആ ഒരു ഇക്വേഷനിൽ നിന്നും എങ്ങനെയാണ് ഇതേപോലെ തന്നെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആയ x കാണാനുള്ള ഇക്വേഷൻ കണ്ടെത്തുക. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് തന്നെ പോകാം. എന്താണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു d²x/dt² + ω²x = 0. ഇതാണ് നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ v = ω√a² - x² എന്ന ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ആദ്യം ചെയ്തത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ രണ്ട് ടേംസിനെയും ആദ്യം 2dx/dt കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിനുശേഷം അങ്ങനെ കിട്ടിയ ഇക്വേഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന മെത്തേഡ് വഴി ഇൻ്റഗ്രേറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? dx/dt² + ω²x = 0. അതിനുശേഷം dx/dt² + ω²x² നമ്മൾ = 0 നമ്മളൊരു കോൺസ്റ്റൻ്റ് ആക്കി എഴുതി, a എന്ന ഒരു കോൺസ്റ്റൻ്റ് ആക്കി എഴുതി. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ കിട്ടിയിരുന്നു dx/dt + ω²x² = a. ആദ്യം കിട്ടിയ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഇക്വേഷനെ 2dx/dt കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനുശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു dx/dt + ω²x² = 0. അതിനുശേഷം നമ്മൾ എഴുതി dx/dt + ω²x² a. a എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതിനുശേഷം ഈ ഒരു ഇക്വേഷനില്ല dx/dt + ω²x² a എന്ന ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ അറ്റ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ ഏതൊരു ബോഡിയും മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് ആ ബോഡിയുടെ ഫൈനൽ വെലോസിറ്റിയായ v 0 ആകും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഒരു ബോഡി നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഒന്ന് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് റേസ് ചെയ്താൽ ആ ബോഡി ഓരോ പാത്തും കവർ ചെയ്ത് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് അച്ചീവ് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, ഏതൊരു പോയിന്റിലാണോ ആ ബോഡി മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് അച്ചീവ് ചെയ്യുന്നത് ആ സമയം ആ ബോഡിയുടെ ഫൈനൽ വെലോസിറ്റിയായി v 0 ആവുകയും ബോഡി നേരെ ഒരു ഫർദർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലാതെ ബോഡി നേരെ താഴത്തേക്ക് വരും. അപ്പോൾ അതേപോലെ അറ്റ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന കണ്ടീഷൻ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തപ്പോൾ
ഏതൊരു ബോഡി ആണെങ്കിലും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് ആ ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി ആയി വി 0 ആവും. അപ്പോൾ ഈ ഇക്വേഷനിലെ dx/dt എന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് മാറുന്നു, അത് വെലോസിറ്റിയാണ്. അപ്പോൾ dx/dt എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്, ഫൈനൽ വെലോസിറ്റിയായി v ആണ്. അപ്പോൾ അറ്റ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന കണ്ടീഷൻ ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫൈനൽ വെലോസിറ്റിയായി v 0 ആവുകയും അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ആയി x ആംപ്ലിറ്റ്യൂഡ് ആവുകയും ചെയ്യും എന്ന് പറയുന്നു. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് നമ്മളെപ്പോഴും ആംപ്ലിറ്റ്യൂഡ് എന്നാണ് വിളിക്കുക. സോ 0 സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ a സ്ക്വയർ ഇസ് ഈക്വൽ ടു a എന്ന് കിട്ടും. ഓർ a ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ a സ്ക്വയർ എന്ന് കിട്ടി. ഈ a ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ a സ്ക്വയർ എന്ന ഈ വാല്യൂ ഈ ഇക്വേഷനിലെ എയുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. dx/dt the whole square plus omega square x square is equal to omega square a square. അതായത് dx/dt the whole square is equal to omega square a square minus omega square x square. അതായത് dx/dt the whole square is equal to omega square a square minus x square എന്ന് കിട്ടുകയും dx/dt is equal to omega root of a square minus x square നമുക്ക് കിട്ടി. അതായത് v is equal to dx/dt എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആയ v ആണ്. v is equal to omega root of a square minus x square എന്ന് കിട്ടി. ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതേപോലെ തന്നെ ഈ ഒരു ഇക്വേഷനിൽ നിന്നും, അതായത് dx/dt is equal to ഒമേഗ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് x സ്ക്വയർ എന്ന ഈ ഒരു ഇക്വേഷനിൽ നിന്നും എങ്ങനെയാണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് ആയ x കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. അതിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഈ dx/dt is equal to ഒമേഗ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് x സ്ക്വയർ എന്ന ഇക്വേഷനാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ, അതായത് dx/dt is equal to ഒമേഗ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് x സ്ക്വയർ എന്ന ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം. dx/root of a square minus x square is equal to omega dt എന്ന് എഴുതിയാൽ തെറ്റില്ല, ശരിയല്ലേ? ഈ ഇക്വേഷൻ, അതായത് dx/dt is equal to omega root of a square minus x square എന്ന ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. dx/root of omega a square minus x square is equal to omega dt എന്ന് എഴുതിയാൽ തെറ്റില്ല. അപ്പോൾ ഇതാണ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 1 എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഇക്വേഷനിൽ നിന്നാണ്. dx/dt is equal to ഒമേഗ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് x സ്ക്വയർ എന്ന ഈ ഇക്വേഷനിൽ നിന്നുമാണ് എനിക്ക് ഇക്വേഷൻ നമ്പർ 1 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? ഈ ഇക്വേഷനായ dx/dt is equal to ഒമേഗ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് x സ്ക്വയർ എന്ന ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി. dx/root of a square minus x square is equal to omega dt. അത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമ്മൾ എഴുതി. ഈ സ്റ്റെപ്പ് നമ്പർ 2 നമ്മൾ അപ്പോൾ ഇത് സ്റ്റെപ്പ് നമ്പർ 1 ആണ്. നമ്മൾ ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് സ്റ്റെപ്പ് നമ്പർ 2 നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ ഇക്വേഷൻ നമ്പർ 1 ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ട്, ഒരു റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. ഏതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? dx/root of a square minus x square ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഏതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്? ഒമേഗ dt ആണ് റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ഈ സ്റ്റെപ്പ് നമ്പർ 2 നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ ഇക്വേഷൻ നമ്പർ 1ലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെയും റൈറ്റ് ഹാൻഡ് സൈഡിനെയും ഇന്റഗ്രേറ്റ് ചെയ്യും. സോ അതാണ് സ്റ്റെപ്പ് നമ്പർ 2. integrating both LHS and RHS of equation number 1. Equation number 1ലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെയും റൈറ്റ് ഹാൻഡ് സൈഡിനെയും ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് ഇക്വേഷൻ നമ്പർ 1? നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ഇതാണ്. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. dx/dt is equal to omega root of a square minus x square. ആ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ dx/root of a square minus x square is equal to omega dt. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമ്മൾ എഴുതി. അതിനുശേഷം ആ ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഇന്റഗ്രൽ ഓഫ്
dx by root of a square minus x square is equal to integral of omega dt എന്ന് എഴുതാം. ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതായത് ഇക്വേഷൻ നമ്പർ വണ്ണിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെയും റൈറ്റ് ഹാൻഡ് സൈഡിനെയും നമ്മളിപ്പോൾ സ്റ്റെപ്പ് നമ്പർ 2 ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1, ഇതാണ് സ്റ്റെപ്പ് നമ്പർ 2. ഇനി ഈ സ്റ്റെപ്പ് നമ്പർ 2 ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെയും റൈറ്റ് ഹാൻഡ് സൈഡിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ integral of dx root of a square dx divided by root of a square minus x square. അപ്പോൾ integral of dx divided by root of a square minus x square എന്ന് പറഞ്ഞാൽ അത് ഒരു ഫോർമുലയാണ്. നമ്മുടെ മാത്സിൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിൽ ധാരാളം ഫോർമുലാസ് ഉണ്ട്. സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അപ്പോൾ ഈ integral of dx divided by root of a square minus x square എന്ന് പറയുന്നത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ അനുസരിച്ച് അത് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എയുടെ ഫോർമുലയാണ്. സോ ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ശരിയല്ലേ? അപ്പോൾ ഈ ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ബൈ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. സോ ഈ ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ഡിവൈഡ് ബൈ root of a square minus x square ഞാൻ sin inverse x by a substitute ചെയ്യും. sin inverse x by a. കാരണം by inverse trigonometric functionsൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് sin inverse x by a integral of dx divided by root of a square minus x square is equal to sin inverse x by a ആണ്. ശരിയല്ലേ? അപ്പോൾ ഈ ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ഫോർമുലയാണ്. ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഒമേഗ ഡി ടി ഒമേഗ ടി ഇന്റഗ്രൽ ഓഫ് ഒമേഗ ഡി ടി അതായത് എക്സ് ബൈ എ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 2 ഇതാണ്. sin inverse x by a is equal to omega t. നമ്മൾ integral of dx divided by root of a square minus x square നെയും omega dt യും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്. sin inverse x by a is equal to omega t. ഇനി നമുക്ക് ഈ ഇക്വേഷനിലും അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഈ ഇക്വേഷൻ നമ്പർ 2 നമുക്കൊരു ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ട്, ഒരു റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. ഏതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? sin inverse x by a ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഏതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്? ഒമേഗ ടി ആണ് റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെയും റൈറ്റ് ഹാൻഡ് സൈഡിനെയും ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എക്സ് ബൈ നമുക്ക് ഇങ്ങനെ എഴുതാം. എക്സ് ബൈ എ ഇസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് എഴുതാം. സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് എഴുതാം. എക്സ് ബൈ എ ഇസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് എഴുതാം. അതായത് x is equal to a sin omega t plus 5. x is equal to a sin omega t plus 5. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ കിട്ടി. x is equal to a sin omega t plus 5. അപ്പോൾ ഈ x is equal to a sin omega t plus 5 എന്ന ഇക്വേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഏത് ഇക്വേഷൻ എന്നാണ്? dx by dt is equal to omega root of a square minus x square എന്ന ഈ ഒരു ഇക്വേഷനിൽ നിന്നും നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷനായ x is equal to a sin omega t plus 5 ബ്രാക്കറ്റ് ഇടുക. a sin omega t plus 5 എന്ന ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ x is equal to a sin omega t plus 5 എന്ന ഇക്വേഷനാണ് നമുക്ക് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് തരുന്ന ഇക്വേഷൻ. അപ്പോൾ ഈ x is equal to a sin omega t plus 5 എന്ന് പറയുന്നതും നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ മറ്റൊരു സൊല്യൂഷനാണ്. ആ സൊല്യൂഷൻ സെക്കൻഡ് സൊല്യൂഷനാണ്. ആ സൊല്യൂഷൻ നമുക്ക് തരുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റിനുള്ള ഇക്വേഷനാണ്. x is equal to a sin omega t plus 5. ഇവിടെ x എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്, ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ്. a എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. omega is the angular frequency, t is the time period and phi is the phase shift or phase difference. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഈ എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്ന ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന ഇക്വേഷൻ എന്നുമാണ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഈ ഇക്വേഷനെ ആദ്യം നമ്മൾ ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ ഡി ടി എന്ന് കിട്ടി. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതി. ആ ഇക്വേഷൻ നമ്പർ 1 ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെയും റൈറ്റ് ഹാൻഡ് സൈഡിനെയും സ്റ്റെപ്പ് നമ്പർ 2 നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഒമേഗ ഡി ടി എന്ന് കിട്ടി. അതിനുശേഷം നമുക്കറിയാം ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആണ്, ഫോർമുലയാണ്. ആ ഫോർമുല നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. സോ ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ root of a square minus x square is equal to sin inverse x by a is equal to integral of omega dt എന്ന് പറഞ്ഞാൽ omega t. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എഴുതി. അതിനുശേഷം ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച്, ഈ ഇക്വേഷൻ നമ്പർ 2 ഒന്ന് റീഅറേഞ്ച് ചെയ്തപ്പോൾ x by a is equal to sin omega t plus 5 എന്ന് കിട്ടുകയും അതിനുശേഷം x is equal to a sin omega t plus 5 എന്ന് കിട്ടുകയും ചെയ്തു. ഇവിടെ x എന്ന് പറഞ്ഞാൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ ഓസിലേഷന്റെ അല്ലെങ്കിൽ മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് തരുന്നതാണ് എക്സ്. എ എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, ഒമേഗ ഈസ് ദ ആംഗുലാർ ഫ്രീക്വൻസി, ടി ഈസ് ദ ടൈം പീരീഡ് ആൻഡ് ഫൈ ഈസ് ദ ഫേസ് ഷിഫ്റ്റ് ഓർ ഫേസ് ഡിഫറൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന ആ ഒരു ഇക്വേഷൻ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സെക്കൻഡ് സൊല്യൂഷനാണ്. ഏതാണ് ഫസ്റ്റ് സൊല്യൂഷൻ? വി ഇസ് ഈക്വൽ ടു ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ആ സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ വെലോസിറ്റിയാണ്. വി ഇസ് ഈക്വൽ ടു ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എന്നാൽ എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്നത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനായ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന ആ ഇക്വേഷന്റെ സെക്കൻഡ് സൊല്യൂഷനാണ്. ആ സെക്കൻഡ് സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു ഇക്വേഷൻ, അതായത് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5, അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്ന ആ ഇക്വേഷനാണ് നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ശരിക്കും ഈ ഒരു ഇക്വേഷൻ, അതായത് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന ആ ഒരു ഇക്വേഷൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഒരു രീതിയാണ്. അപ്പോൾ ഇവിടെയാണ് ശരിക്കും നമുക്ക് ഓസിലേഷൻ അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ ഓസിലേഷൻ, ആ ഒരു മോഷന്റെ മൂവ്മെന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയുടെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു രൂപം ശരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു ഇക്വേഷനാണ്. ഏത് ഇക്വേഷൻ? എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5. ഈ ഒരു ഇക്വേഷനാണ് ശരിക്കും ആ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന ആ ഒരു പ്രോസസ്സിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ അല്ലെങ്കിൽ ഓസിലേഷൻ എന്ന ആ ഒരു പ്രോസസ്സിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ പൂർണ്ണമായ ഒരു ആശയം, മോഷന്റെ പൂർണ്ണമായ ഒരു ആശയം നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു ഇക്വേഷനാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇക്വേഷനോട് എഴുതുകയാണ്. നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? എക്സ് is equal to a sin omega t plus 5. ഇതായിരുന്നു ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ. എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന പ്രോസസ്സിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ്, എ എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി, ടി ടൈം പീരീഡ് ആൻഡ് 5 is the ഫേസ് ഷിഫ്റ്റ് ഓർ ഫേസ് ഡിഫറൻസ്. ഇനി എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന ഈ ഒരു ഇക്വേഷൻ ശരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റിന്റെ രീതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് അത് പറഞ്ഞു തരുന്നത്, എങ്ങനെയാണ് അത് വരുന്നത്, എങ്ങനെയാണ് ആ ഒരു കാര്യം ഈ ഒരു ഇക്വേഷനോട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പെൻഡുലം തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു പെൻഡുലം, ഇതാണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ.
ഈ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും L ലെങ്ത് ഉള്ള സ്ട്രിങ്ങിൽ ഒരു പെൻഡുലം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഈ സ്ട്രിങ്ങിന്റെ എൻഡിലായിട്ട് M മാസ്സുള്ള ഒരു ബോബ് ഉണ്ട്. അപ്പോൾ ഇതാണ് ബോബ് ഓഫ് മാസ്. ഈ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും ഈ ഒരു ബോബിന്റെ ടിപ്പ് വരെയുള്ള അത്രയും ഡിസ്റ്റൻസ് അതായിരിക്കും ആ പെൻഡുലത്തിന്റെ ലെങ്ത് ഓഫ് ദ പെൻഡുലം. ലെങ്ത് ഓഫ് ദി പെൻഡുലം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പെൻഡുലം ഓസിലേറ്റ് ചെയ്യുക ഈ ഒരു അപ്പോൾ ഈ ഒരു പൊസിഷൻ, അതായത് എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് ഒന്നും ഈ ഒരു ബോബിലേക്ക് ആക്ട് ചെയ്യാത്ത ആ ഒരു അവസ്ഥയിൽ ബോബിനൊരു പൊസിഷൻ ഉണ്ട്. അതായിരിക്കും അതിന്റെ മെയിൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഈ ബോബിലേക്ക് അപ്ലൈ ചെയ്ത് ഈ ബോബ് രണ്ട് എക്സ്ട്രീംസിലൂടെ ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ ഏതൊക്കെയാണ് ആ രണ്ട് എക്സ്ട്രീംസ്? ആദ്യം ഈ O എന്ന മെയിൻ പൊസിഷനിലൂടെ ഈ ബോബ് എക്സ് ഡിസ്പ്ലേസ്മെന്റ് എടുത്തുകൊണ്ട് P എന്ന ഒരു എക്സ്ട്രീം പൊസിഷനിലേക്ക് എത്തും. അതിനുശേഷം ഈ ബോബ് എക്സ് ഡിസ്പ്ലേസ്മെന്റ് എടുത്തുകൊണ്ട് അതിന്റെ മെയിൻ പൊസിഷനിൽ നിന്നും അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും എക്സ് ഡിസ്പ്ലേസ്മെന്റ് എടുത്തുകൊണ്ട് ഒരു P എന്ന എക്സ്ട്രീം പൊസിഷനിൽ എത്തും. അപ്പോൾ എക്സ്ട്രീം പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈ ആയിട്ടുള്ള പൊസിഷനാണ്. നമ്മുടെ എക്സ്ട്രീം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് നമ്മൾ എക്സ്ട്രീം എന്ന് പറയും. അപ്പോൾ ഈ P എന്ന എക്സ്ട്രീം പൊസിഷനിൽ എത്തി നിൽക്കുമ്പോൾ ഈ ബോബിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആയ എക്സോടെ മാക്സിമം ആയിരിക്കും. ശരിയല്ലേ? ഈ O എന്ന ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഇനിഷ്യലി ആദ്യം ഈ ബോബ് എക്സ് ഡിസ്പ്ലേസ്മെന്റ് എടുത്തുകൊണ്ട് അതിന്റെ ഒരു എക്സ്ട്രീം പൊസിഷനായി P എന്ന എക്സ്ട്രീം പൊസിഷനിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ P എന്ന ഒരു എക്സ്ട്രീം പൊസിഷനുകളിൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് എന്നൊക്കെ നമുക്ക് പറയും. എക്സ്ട്രീം കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. അപ്പോൾ എക്സ്ട്രീം പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ്. അപ്പോൾ ഈ P എന്ന എക്സ്ട്രീം പൊസിഷനിൽ എത്തുമ്പോൾ ഈ എക്സ് ഡിസ്പ്ലേസ്മെന്റ് എടുത്തുകൊണ്ടാണ് ഈ ബോബ് ഇനിഷ്യലി P എന്ന എക്സ്ട്രീം പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ P എന്ന എക്സ്ട്രീം പൊസിഷനിൽ എത്തി നിൽക്കുമ്പോൾ ആ ബോബിന്റെ ഡിസ്പ്ലേസ്മെന്റ് അവിടെ മാക്സിമം ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് ആയ എക്സ് മാക്സിമം ആയിരിക്കും. അപ്പോൾ ഏതൊരു പോയിന്റിലാണോ ഡിസ്പ്ലേസ്മെന്റ് ആയ എക്സ് മാക്സിമം ആവുക ആ സമയം അല്ലെങ്കിൽ ആ പോയിന്റിൽ ആ ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി ആയ V 0 ആവുകയും ആ ബോഡി തിരിച്ച് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കുറച്ചുകൊണ്ട് അതിന്റെ ഇനിഷ്യൽ പൊസിഷനിലേക്ക് തന്നെ എത്തും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതേ ഒരു കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്താൽ ഈ ബോബ് M മാസുള്ള ബോബ് ആദ്യം എക്സ് ഡിസ്പ്ലേസ്മെന്റ് എടുത്തുകൊണ്ട് ആദ്യം P എന്ന ഒരു എക്സ്ട്രീം പൊസിഷനിൽ എത്തി നിൽക്കുകയാണ്. അതിനുശേഷം ഈ P എന്ന എക്സ്ട്രീം പൊസിഷനിൽ ആ ബോബിന്റെ ഡിസ്പ്ലേസ്മെന്റ് വളരെ ഹൈ ആവുകയും ആ P എന്ന എക്സ്ട്രീം പൊസിഷനിൽ ഫൈനൽ വെലോസിറ്റി ആയ Vയുടെ വാല്യൂ 0 ആവുകയും അത്രയും ഡിസ്പ്ലേസ്മെന്റ് കുറച്ചുകൊണ്ട് ആ ബോബ് അതിന്റെ ഇനിഷ്യൽ പൊസിഷനായ ഇക്വിലിബ്രിയം പൊസിഷനിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്യും. അതിനുശേഷം വീണ്ടും ഈ O എന്ന മെയിൻ പൊസിഷനിൽ നിന്നും വീണ്ടും എക്സ് ഡിസ്പ്ലേസ്മെന്റ് എടുത്തുകൊണ്ട് ബോബ് മറ്റൊരു എക്സ്ട്രീം പൊസിഷനിലേക്ക് പോവുകയാണ്, Q എന്ന മറ്റൊരു എക്സ്ട്രീം പൊസിഷനിലേക്ക്. അപ്പോൾ ഈ Q എന്ന മറ്റൊരു എക്സ്ട്രീം പൊസിഷനിലേക്ക് പോകുമ്പോഴും എക്സ് ഡിസ്പ്ലേസ്മെന്റ് എടുത്തുകൊണ്ട് Q എന്ന മറ്റൊരു എക്സ്ട്രീം പൊസിഷനിലേക്ക് എത്തി നിൽക്കുമ്പോഴും ഈ Q എന്ന എക്സ്ട്രീം പൊസിഷനിലും ആ ബോബിന്റെ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആണ്. അപ്പോൾ ഈ Q എന്ന എക്സ്ട്രീം പൊസിഷനിലും ആ ബോബിന്റെ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആവുകയും അവിടെ V എന്ന ഫൈനൽ വെലോസിറ്റി 0 ആവുകയും ആ പോയിന്റിൽ വെച്ച് ബോബ് വീണ്ടും ഒരു ഫർദർ ഡിസ്പ്ലേസ്മെന്റ് ഇല്ലാതെ ബോബ് അത്രയും ഡിസ്പ്ലേസ്മെന്റ് ആയ എക്സ് കുറച്ചുകൊണ്ട് വീണ്ടും O എന്ന ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തും, ഇനിഷ്യൽ പൊസിഷനിലേക്ക് എത്തും. അതിനുശേഷം വീണ്ടും ഈ O എന്ന ഇക്വിലിബ്രിയം ഇനിഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും വീണ്ടും എക്സ് ഡിസ്പ്ലേസ്മെന്റ് എടുത്തുകൊണ്ട് മറ്റൊരു എക്സ്ട്രീം പൊസിഷനായ Pയിലേക്ക് വീണ്ടും പോവുകയാണ്. എക്സ് ഡിസ്പ്ലേസ്മെന്റ് എടുത്തുകൊണ്ട് മറ്റേ എക്സ്ട്രീം പൊസിഷനായ Pയിലേക്ക് വീണ്ടും എത്തുകയാണ്. അപ്പോൾ വീണ്ടും ഈ P എന്ന എക്സ്ട്രീം പൊസിഷനിൽ വെച്ച് ആ ബോബിന്റെ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആവുകയും അവിടെ V എന്ന ഫൈനൽ വെലോസിറ്റിയുടെ വാല്യൂ 0 ആവുകയും ആ ബോബ് അത്രയും ഡിസ്പ്ലേസ്മെന്റ് ആയ എക്സ് കുറച്ചുകൊണ്ട് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തുകയാണ്. അതിനുശേഷം വീണ്ടും ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും വീണ്ടും എക്സ് ഡിസ്പ്ലേസ്മെന്റ് എടുത്തുകൊണ്ട് മറ്റൊരു എക്സ്ട്രീം പൊസിഷനായ Q എന്ന എക്സ്ട്രീം പൊസിഷനിൽ എത്തുകയും ആ Q എന്ന എക്സ്ട്രീം പൊസിഷനിൽ വെച്ച് ബോബിന്റെ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആവുകയും പിന്നെ ഒരു ഫർദർ ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഉണ്ടാകാതെ V ഫൈനൽ വെലോസിറ്റി 0 ആവുകയും വീണ്ടും ഫർദർ V എന്ന ഫൈനൽ വെലോസിറ്റി 0 ആകുമ്പോഴാണ് പിന്നെ ഒരു ഫർദർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുക. അപ്പോൾ ഈ Q എന്ന എക്സ്ട്രീം പൊസിഷനിൽ ആ ബോബിന്റെ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആവുകയും ഫൈനൽ വെലോസിറ്റി ആയ V 0 ആവുകയും അത്രയും ഡിസ്പ്ലേസ്മെന്റ് കുറച്ചുകൊണ്ട് ആ ബോബ് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു പ്രോസസ്സ് ഒരു പെർട്ടിക്കുലർ ടൈം ഇന്റർവെൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നമ്മുടെ വീടുകളിലൊക്കെ പെൻഡുലം എപ്പോഴും അങ്ങനെയല്ല മൂവ് ചെയ്യുക. നിരന്തരം അത് രണ്ട് എക്സ്ട്രീംസിലൂടെ ഒരു ഫിക്സഡ് പോയിന്റിലൂടെ രണ്ട് എക്സ്ട്രീംസിലൂടെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനൊരു പ്രക്രിയ, അതായത് ഇങ്ങനൊരു
പ്രോസസ്സ് രണ്ട് എക്സ്ട്രീംസിലൂടെയും അതിൻ്റെ മെയിൻ പൊസിഷനിലൂടെ രണ്ട് എക്സ്ട്രീംസിലൂടെയും മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു മോഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ഒരു വേവ് വൈസ് ഒന്ന് നമ്മളൊന്ന് വരച്ച് ഗ്രാഫിക്കൽ വൈസ് ഒന്ന് വരച്ചാൽ എങ്ങനെയിരിക്കും ആ ഗ്രാഫ്? ഇനിഷ്യലി നമ്മൾ ഈ ഒരു പോയിന്റ് നമ്മൾ ആ ബോബിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനായ O ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ പോയിന്റാണ് ഈ ബോബിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനായ O. അപ്പോൾ ഇനിഷ്യലി ആ ബോബ് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനായ Oയിൽ നിൽക്കുകയാണ്. അതായത് എക്സ്റ്റേണൽ ആയിട്ട് ആ ബോബിലേക്ക് ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യാത്ത അവസ്ഥ. അതാണ് ഈ പൊസിഷൻ, O എന്ന ഈ പൊസിഷൻ. ഇനി ഈ പൊസിഷനിൽ നിന്നും ആ ബോബ് മൂവ് ചെയ്യാണ്. മൂവ് ചെയ്ത് എക്സ്ട്രീം പൊസിഷൻ ഈ O എന്ന മെയിൻ പൊസിഷനിൽ നിന്നും ബോബ് എക്സ് ഡിസ്പ്ലേസ്മെന്റ് എടുത്തുകൊണ്ട് P എന്ന എക്സ്ട്രീം പൊസിഷനിൽ എത്തുകയാണ്. അപ്പോൾ ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷനായ O. ഈ O എന്ന ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ബോബ് എക്സ് ഡിസ്പ്ലേസ്മെന്റ് എടുത്തുകൊണ്ട് P എന്ന എക്സ്ട്രീം പൊസിഷനിൽ എത്തി. അപ്പോൾ ഈ പോയിന്റാണ് P എന്ന എക്സ്ട്രീം പൊസിഷൻ. ഈ P എന്ന എക്സ്ട്രീം പൊസിഷൻ വെച്ച് ഇതാണ് ബോബിന്റെ ഡിസ്പ്ലേസ്മെന്റ്. ഈ P എന്ന എക്സ്ട്രീം പൊസിഷനിൽ വെച്ച് ഈ ബോബിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആയ എക്സ് മാക്സിമം ആവുകയും ആ പോയിന്റിൽ ഫൈനൽ വെലോസിറ്റി ആയ V 0 ആവുകയും വീണ്ടും ഒരു ഫർദർ ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഉണ്ടാകാതെ ആ ബോബ് അതിൻ്റെ അത്രയും ഡിസ്പ്ലേസ്മെന്റ് കുറച്ചുകൊണ്ട് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തി. വീണ്ടും ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും വീണ്ടും മറ്റൊരു എക്സ്ട്രീമിലേക്ക് പോവുകയാണ്. വീണ്ടും അത്രയും ഡിസ്പ്ലേസ്മെന്റ് ആയ എക്സ് എടുത്തുകൊണ്ട് മറ്റൊരു എക്സ്ട്രീം പൊസിഷനായ ക്യൂവിലെത്തി. ഈ ക്യൂ എന്ന എക്സ്ട്രീം പൊസിഷനിലും ആ ബോബിന്റെ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആവുകയും അവിടെ ഫൈനൽ വെലോസിറ്റി V0 ആവുകയും വീണ്ടും ഒരു ഫർദർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവാതെ അത്രയും ഡിസ്പ്ലേസ്മെന്റ് ആയ എക്സ് കുറച്ചുകൊണ്ട് ആ ബോബ് അതിന്റെ ഇനിഷ്യൽ പൊസിഷനായ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തന്നെ തിരിച്ചെത്തി. ഇനി ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും വീണ്ടും ആ ബോബ് എക്സ് ഡിസ്പ്ലേസ്മെന്റ് എടുത്തുകൊണ്ട് മറ്റൊരു എക്സ്ട്രീം പൊസിഷനായ Pയിലെത്തുകയാണ്. Pയിലെത്തി വീണ്ടും ആ P എന്ന എക്സ്ട്രീം പൊസിഷനിൽ ആ ബോബിന്റെ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആവുകയും അവിടെ ഫൈനൽ വെലോസിറ്റി ആയ V0 ആവുകയും ആ ബോബ് അത്രയും ഡിസ്പ്ലേസ്മെന്റ് എടുത്തുകൊണ്ട് ആ ബോബിന്റെ ഇക്വിലിബ്രിയം പൊസിഷനായ Oയിൽ തന്നെ തിരിച്ചെത്തി. അപ്പോൾ ഇത് ശരിക്കും ഒരു സൈൻ വേവ് അല്ലേ? സൈൻ വേവ് ഇപ്പോൾ എപ്പോഴും ഇങ്ങനെയായിരിക്കും അല്ലേ? സൈൻ വേവ് ഒരു സൈൻ വേവിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? X = A sin ωt. ഇതാണ് ഒരു സൈൻ വേവിന്റെ ഇക്വേഷൻ. ഒരു സൈൻ വേവിന്റെ ഇക്വേഷൻ X = A sin ωt. നമ്മുടെ ഇക്വേഷൻ എന്താണ്? X = A sin ωt + ϕ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഈ ഫൈ എന്ന് പറഞ്ഞാൽ അത് ഫേസ് ഡിഫറൻസ് ആണ് അല്ലെങ്കിൽ ഫേസ് ഷിഫ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഒരു ഓസിലേഷൻ, ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷൻ നമ്മൾ ശരിക്കും വന്ന് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ശരിക്കും ആ മോഷൻ ഒരു സൈൻ വേവ് പോലെയാണ് പോകുന്നത്. ഒരു സൈൻ വേവ് പോലെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റിലെല്ലാം മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആ ബോബ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അച്ചീവ് ചെയ്യുന്ന പോയിന്റ്. ഇതെല്ലാം ആ ബോബിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇവിടെയെല്ലാം ഈ പോയിന്റ് എല്ലാം എക്സ്ട്രീം പൊസിഷൻ അല്ലെങ്കിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അച്ചീവ് ചെയ്യുന്ന പൊസിഷൻസ്. അപ്പോൾ ശരിക്കും നമ്മൾ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷൻ അല്ലെങ്കിൽ ആ ഒരു ഓസിലേഷൻ്റെ പ്രോസസ്സ് ശരിക്കും സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ശരിക്കും ഒരു സൈൻ വേവ് പോലെയാണ് പോകുന്നത്. അപ്പോൾ സൈൻ വേവിന്റെ ഇക്വേഷൻ നമുക്കറിയാം. X = A sin ωt ആണ് ഒരു സൈൻ വേവിന്റെ ഇക്വേഷൻ. നമ്മുടെ ഇക്വേഷൻ എന്താണ്? X = അതായത് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബോബിന്റെ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? X = A sin ωt + ϕ. നമ്മുടെ സൈൻ വേവിന്റെ ഇക്വേഷൻ എന്താണ്? X = A sin ωt. ഇവിടെ ഒരു +ϕ ഉണ്ട്. അപ്പോൾ ഈ ϕ എന്ന് പറഞ്ഞാൽ ഫേസ് ഷിഫ്റ്റ് ആണ് അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് ആണ്. അതായത് ഇത് പോയിന്റ് ഓഫ് സസ്പെൻഷൻ. ഈ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും ഒരു സ്ട്രിങ് L ലെങ്തുള്ള സ്ട്രിങ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആ സ്ട്രിങ്ങിന്റെ എൻഡിലായിട്ട് ഒരു M മാസുള്ള ബോബ് ഹാങ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതായിരിക്കും അതിന്റെ മെയിൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനായ O. ഇക്വിലിബ്രിയം പൊസിഷനായ O. അപ്പോൾ ഇനിഷ്യലി ഈ ബോബ് അതിന്റെ മെയിൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഒരു എക്സ്ട്രീമിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ ബോബ് ഈ സ്ട്രിങ്ങിനോട് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഈ ബോബ് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും മറ്റൊരു എക്സ്ട്രീമിലേക്ക് ഒന്ന് ഡിസ്പ്ലേസ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്ട്രിങ്ങും ഒന്ന് ടേൺ ചെയ്യും. അപ്പോൾ ഈ ബോബ് ഒരു എക്സ്ട്രീമിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ടേണിങ് സംഭവിക്കുന്നുണ്ട്.
ഫേസ് ഷിഫ്റ്റാണ് സംഭവിക്കുന്നത്. ആ ഫേസ് ഒന്ന് ഷിഫ്റ്റായി, ഫേസ് ഷിഫ്റ്റാണ് സംഭവിക്കുന്നത്. തിരിച്ച് മറ്റേ എക്സ്ട്രീമിലേക്ക് പോകുമ്പോഴും അവിടെയും ഒരു ഫേസ് ഷിഫ്റ്റ് സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ ഫൈ എന്ന് പറഞ്ഞാൽ അത് ഫേസ് ഷിഫ്റ്റ് ആണ്, അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് ആണ്. അപ്പോൾ ഇതാണ് ഒരു x is equal to a sin omega t plus phi എന്ന ഇക്വേഷൻ ശരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റിന്റെ ആ ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ രീതിയാണ്. അപ്പോൾ ആ ബോബിന്റെ ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് ശരിക്കും നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ശരിക്കും അതൊരു സൈൻ വേവ് ആയിട്ടാണ് പോകുന്നത്. ഒരു സൈൻ വേവ് നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ വഴി റെപ്രസെന്റ് ചെയ്യുക? a is equal to sin omega t. നമ്മുടെ ഇക്വേഷൻ x is equal to a sin omega t. നമ്മുടെ ഇക്വേഷൻ x is equal to a sin omega t plus phi. ഇവിടെ phi എന്ന് പറഞ്ഞാൽ അത് ഫേസ് ഷിഫ്റ്റ് ആണ്, അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ കഴിഞ്ഞു, ടോപ്പിക്ക് കഴിഞ്ഞു, പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷനോടെ നമ്മൾ ആദ്യം എങ്ങനെയാണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയ d2x/dt² പ്ലസ് ω² x is equal to 0 എന്ന ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പഠിച്ചു. അതിനുശേഷം ആ ഇക്വേഷനിൽ രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്. അതിലൊരു സൊല്യൂഷനാണ് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ v is equal to ω√a² - x². സെക്കൻഡ് സൊല്യൂഷനാണ് x is equal to a sin omega t plus phi. അപ്പോൾ ഈ രണ്ട് സൊല്യൂഷൻസും എങ്ങനെയാണ് ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നും ഡിറൈവ് ചെയ്യുക, എന്തെല്ലാമാണ് അതിനുള്ള സ്റ്റെപ്സ്, ഇതെല്ലാം നമ്മൾ ഈ രണ്ട് ക്ലാസ്സുകളിലായിട്ട് കണ്ടു. അപ്പോൾ ഈ ഒരു പോർഷനോട് കൂടി ഈ ഒരു ടോപ്പിക്ക്, അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന ഒരു ടോപ്പിക്ക് തീരുവാണ്. ഇത് നമുക്കുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലൂടെ x is equal to a sin omega t plus phi എന്ന ആ ഒരു ഇക്വേഷനിലൂടെ ശരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത് ആ ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ ഒരു രീതിയാണ്. അപ്പോൾ ശരിക്കും നോക്കിയാൽ ആ ഒരു ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ്, ആ ഒരു ബോഡി ഓസിലേറ്റ് ചെയ്യുന്നത് ശരിക്കും ഒരു സൈൻ വേവ് പോകുന്ന പോലെയാണ്. ഒരു സൈൻ വേവിന്റെ ഇക്വേഷൻ x is equal to a sin omega t. ഇവിടെ x is equal to a sin omega t plus phi. ആ phi എന്ന് പറഞ്ഞാൽ ഫേസ് ഷിഫ്റ്റ് ആണ്, അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ ലാസ്റ്റ് ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മളൊരു ഡെറിവേഷൻ കണ്ടിരുന്നു. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണാനുള്ള ഡെറിവേഷൻ കണ്ടിരുന്നു. t is equal to 2π√L/g. t is equal to 2π√L/g. ആ ഇക്വേഷൻ കണ്ടിരുന്നു. ആ ഇക്വേഷനിലൂടെ നമ്മൾ കണ്ടത് ടൈം പീരീഡിന്റെ ഇക്വേഷൻ ആയിരുന്നു, സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ആയിരുന്നു t is equal to 2π√L/g. അപ്പോൾ ആ ഇക്വേഷനോട് നമ്മൾ കണ്ടെത്തി ഒരു ടൈം പീരീഡ്, സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിനുള്ള ഇക്വേഷൻ t എന്ന് പറയുന്നത് 2π√L/g ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതെല്ലാം ഫാക്ടേഴ്സ് ആണ് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏതെല്ലാം ഫാക്ടേഴ്സ് ആണ് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയായിരുന്നു? t is equal to 2π√L/g. ഇതായിരുന്നു ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ. t is equal to 2π√L/g. ഡെറിവേഷൻ ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയ ടൈമിൽ കണ്ടതായിരുന്നു. ഈ ഒരു ഇക്വേഷൻ എത്താനുള്ള ഇക്വേഷൻ ഡെറിവേഷൻ t is equal to 2π√L/g. ഇനി ഈ ഒരു ഇക്വേഷനിൽ നിന്നും എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ പെൻഡുലം ആണ്. ലെങ്ത് ഓഫ് ദ പെൻഡുലം. സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ, ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ്. അപ്പോൾ എന്താണ് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ്? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ആ ബോബ് എടുക്കുന്ന ടൈം, അല്ലെങ്കിൽ ആ പെൻഡുലം എടുക്കുന്ന ടൈം, അതിനാണ് നമ്മൾ ടൈം പീരീഡ് t എന്ന് പറയുക. t is equal to 2π/ω. അതിനാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുക. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ആ പെൻഡുലം എടുക്കുന്ന ടൈം, ഇറ്റ് ഇസ് എ ടൈം ടേക്കൺ ബൈ ദ പെൻഡുലം ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ
ആ പെൻഡുലം എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ അതിൻ്റെ ടൈം പീരീഡ് ആയ ടി എന്ന് വിളിക്കുക. അപ്പോൾ ആ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷനാണ് ടി ഈസ് ഈക്വൽ ടു 2π√L/g. അവിടെ L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ പെൻഡുലമാണ്, g എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, 2π കോൺസ്റ്റന്റ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്നും ഈ 2π എന്ന കോൺസ്റ്റന്റ് ഒന്ന് മാറ്റിയ ഇക്വേഷൻ എങ്ങനെ വരാം? ടി ഈസ് ഈക്വൽ ടു 2π√L/g. ഈ ഇക്വേഷനിൽ നിന്നും ഈ 2π എന്ന കോൺസ്റ്റന്റിനെ ഒന്ന് മാറ്റിയാൽ ഇക്വേഷൻ എങ്ങനെ വരും? ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √L/g. ശരിയല്ലേ? ഈ ഇക്വേഷനിൽ നിന്നും 2π എന്ന കോൺസ്റ്റന്റിനെ ഒന്ന് എടുത്ത് മാറ്റിയാൽ ഇക്വേഷൻ എങ്ങനെ വരും? ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √L/g. ഈ ഇക്വേഷന്റെ അർത്ഥം മീനിങ് എന്താണെന്ന് വെച്ചാൽ ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √L ആൻഡ് ടി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു √g. ഈ ഒരു ഇക്വേഷന്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം എങ്ങനെയാണ്? ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √L ആൻഡ് ടി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു √g. അതായത് ലെങ്ത്, ഒരു പെൻഡുലത്തിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ഓഫ് സസ്പെൻഷൻ നിന്നും, ഇതാണ് ഒരു പെൻഡുലം എങ്കിൽ ഇതാണ് ഒരു പെൻഡുലം എങ്കിൽ ഒരു പെൻഡുലത്തിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും, ഈ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും ഈ ബോബ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ആ പെൻഡുലത്തിന്റെ ലെങ്ത് ഓഫ് ദ പെൻഡുലം. ആ ലെങ്ത് ഓഫ് ദ പെൻഡുലം അപ്പോൾ ഈ ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √L എന്ന് പറഞ്ഞാൽ ആ പെൻഡുലത്തിന്റെ ലെങ്ത് ആയി L എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് ടി കൂടുകയാണ്. പക്ഷെ ആ ഇൻക്രീസ് ചെയ്യുന്ന എമൗണ്ടിന് ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് പഠിച്ചപ്പോൾ, അതായത് ഹൂക്സ് ലോ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന് പറഞ്ഞു. അതായത് ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഡിഫർമേഷൻ ആണ്, എഫ് എന്ന് പറഞ്ഞാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. അപ്പോൾ ഈ എക്സിന് റൂട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ അർത്ഥം മീനിങ് എന്താണ്? എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്. ഈ ഒരു ഇക്വേഷൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഡിഫർമേഷനായ എക്സ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം അളവിൽ തന്നെ റീസ്റ്റോറിംഗ് ഫോഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എമൗണ്ട് ഓഫ് ഡിഫർമേഷനായ എക്സ് 3x കൂടിയാൽ 3 ന്യൂട്ടൺ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് 3 ന്യൂട്ടൺ ഫോഴ്സ് ആവും. ഡിസ്പ്ലേസ്മെന്റ് ആയ എക്സ് 4 മീറ്റർ ആവുമ്പോൾ ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് 4 ന്യൂട്ടൺ ആവണം. എന്നാൽ മാത്രമേ അവിടെ എതിർക്കാൻ സാധിക്കൂ. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന ഈ ഇക്വേഷനിൽ എമൗണ്ട് ഓഫ് ഡിഫർമേഷനായ എക്സ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം അളവിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √L ആണ്. അതായത് പെൻഡുലത്തിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ടൈം പീരീഡ് കൂടും, പക്ഷെ ഒരിക്കലും അതേ അളവിൽ കൂടില്ല. പെൻഡുലത്തിന്റെ ലെങ്ത് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം അളവിൽ തന്നെ ടൈം പീരീഡ് കൂടില്ല, പക്ഷെ കൂടുന്നുണ്ട്, ഒരിക്കലും കുറയില്ല. ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ് ടൈം പീരീഡ്. പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ലെങ്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. പെൻഡുലത്തിന്റെ ലെങ്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. പെൻഡുലത്തിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ടൈം പീരീഡ് കൂടും, പക്ഷെ ഒരിക്കലും പെൻഡുലത്തിന്റെ ലെങ്ത് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം അളവിൽ തന്നെ ടൈം പീരീഡ് കൂടില്ല. പെൻഡുലത്തിന്റെ ലെങ്ത് എത്രത്തോളം കൂടുന്നോ ആ അളവിന്റെ ഒരു സ്ക്വയർ റൂട്ട് എടുത്താൽ ആ അളവിലായിരിക്കും ടൈം പീരീഡ് ഇൻക്രീസ് ആകുന്നത്. അതായത് പെൻഡുലത്തിന്റെ ലെങ്ത് ഒരു 4 മീറ്റർ ആണെന്ന് വിചാരിക്കും. പെൻഡുലത്തിന്റെ ലെങ്ത് 4 മീറ്റർ ആണെങ്കിൽ ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പെൻഡുലത്തിന്റെ ലെങ്ത് ആയ L 4 മീറ്റർ ആണെങ്കിൽ ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √L, ഇറ്റ് ഈസ് ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √4, ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 2. അതായത് ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ പെൻഡുലത്തിന്റെ ലെങ്ത് നമ്മളൊന്ന് ക്വാഡ്രപ്പിൾ ചെയ്യാന്ന് പറഞ്ഞാൽ 4 ടൈംസ് ആയാൽ, പെൻഡുലത്തിന്റെ ലെങ്ത് ഒരു 4 ടൈംസ് ഇൻക്രീസ് ആയാൽ ടൈം പീരീഡ് ഡബിൾ ആവും. അതായത് അത്രയും ഇൻക്രീസ് ആവില്ല. ലെങ്തിന്റെ അളവ് എത്രത്തോളം കൂടുന്നോ ആ അളവിന്റെ ഒരു സ്ക്വയർ റൂട്ട് എടുത്താൽ അത്രയും അളവിലായിരിക്കും ടൈം പീരീഡ് ഇൻക്രീസ് ആവുന്നത്. അപ്പോൾ പക്ഷേ ടൈം പീരീഡ് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ടൈം പീരീഡ് കൂടുകയാണ്, പക്ഷെ അതേ അളവിൽ തന്നെ കൂടില്ല. പെൻഡുലത്തിന്റെ ലെങ്ത് എത്രത്തോളം അളവിൽ കൂടുന്നോ ആ അളവിന്റെ ഒരു സ്ക്വയർ റൂട്ട് എടുത്താൽ ആ അളവിലായിരിക്കും ടൈം പീരീഡ് ഇൻക്രീസ് ആവുന്നത്. എന്താണെങ്കിലും പെൻഡുലത്തിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ആ പെൻഡുലത്തിന്റെ ടൈം പീരീഡ്, അതായത് ആ പെൻഡുലം ഓസിലേറ്റ് ചെയ്തെടുക്കുന്ന ടൈമിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. അതായത് പെൻഡുലത്തിന്റെ ലെങ്ത് എത്രത്തോളം കൂടുന്നു അത്രയും പതുക്കെയായിരിക്കും പെൻഡുലം ഓസിലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫാക്ടർ. സെക്കൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g.
ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി. അപ്പോൾ എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എർത്തിലുള്ള ഏതൊരു ബോഡിയെയും എർത്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടി എർത്ത് ആ എല്ലാ ബോഡിയിലേക്കും ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഏതൊരു ബോഡിയിലേക്കും ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ആ ബോഡി ഒന്ന് ആക്സിലറേറ്റ് ചെയ്യും. അതേപോലെ തന്നെ എർത്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് എല്ലാ ബോഡിയെയും ഒന്ന് അട്രാക്ട് ചെയ്യാൻ എർത്ത് എല്ലാ ബോഡിയിലേക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ ബോഡി ഒന്ന് ആക്സിലറേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെയും ഒരു പെൻഡുലം പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ ഈ m മാസുള്ള ബോബിലേക്ക് എർത്ത് ഗ്രാവിറ്റേഷൻ, അതായിരിക്കും ആ ബോബിൻ്റെ വെയിറ്റ്. എർത്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് ഈ ബോബിനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി പുള്ള് ചെയ്യുകയാണ്. അപ്പോൾ ആ ഗ്രാവിറ്റേഷൻ പുള്ള് ചെയ്യുമ്പോൾ കൂടുതൽ അളവിൽ ഫോഴ്സ് ഈ ബോബിലേക്ക് പുള്ള് ചെയ്താൽ ബോബ് പെട്ടെന്ന് തന്നെ ആക്സിലറേറ്റ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ ഓസിലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എത്രത്തോളം കൂടുന്നു അത്രത്തോളം പെട്ടെന്ന് തന്നെ ഈ ബോബ് ആ ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം പെട്ടെന്ന് തന്നെ ഈ ബോബ് ഓസിലേറ്റ് ചെയ്യുകയും ടൈം പീരീഡ് കുറയുകയും ചെയ്യും. അതാണ് ടി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ജി. ടൈം പീരീഡ് ടി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ജി. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുന്നതിനനുസരിച്ച് പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. തേർഡ് ഫാക്ടർ മാസ് ഓഫ് ദ ബോബാണ്. പക്ഷേ ഒരു മാസ് ഓഫ് ദ ബോബ് ഒരിക്കലും ഒരു ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം ഒരു ബോബിൻ്റെ മാസ് കുറഞ്ഞ ബോബുള്ള മാസാണെങ്കിലും കുറഞ്ഞ മാസുള്ള ബോബാണെങ്കിലും കൂടുതൽ മാസുള്ള ബോബാണെങ്കിലും ടൈം പീരീഡ് സെയിം തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എന്താ പറയുക, മാസ് കുറവുള്ള ബോഡിക്കും മാസ് കൂടുതലുള്ള ബോഡിക്കും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ എർത്ത് സർഫസിൽ നിന്നും ഒരു ഹെവിയർ ബോഡിയെ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് എറിഞ്ഞാലും ഒരു ലെസർ ബോഡിയും, അതായത് വെയിറ്റ് കൂടിയ ഒരു ബോഡിയെയും വെയിറ്റ് കുറഞ്ഞ ഒരു ബോഡിയെയും നമ്മൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒന്ന് മുകളിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒന്ന് റേസ് ചെയ്താൽ ഈ രണ്ട് വസ്തുക്കളും സൈമൾട്ടേനിയസ് ആയിട്ട് എർത്ത് സർഫസിലേക്ക് എത്തും. കാരണം എന്താണ്? കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാസ് കുറവുള്ള ബോഡിക്കും മാസ് കൂടുതലുള്ള ബോഡിക്കും കോൺസ്റ്റൻ്റ് ആണ്. മാസ് കൂടുതലുള്ള ബോഡിക്ക് അത്രയും കൂടുതൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്തുകൊണ്ട് ആ ബോഡിയെ എർത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി താഴ്ത്തിട്ട് വയ്ക്കും. മാസ് കുറവുള്ള ബോഡിയാണെങ്കിൽ അത്രയും കുറവ് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ആ ബോഡി എർത്ത് സർഫസിലേക്ക് എത്തും. അപ്പോൾ അറ്റ് എൻഡ് ഓഫ് ദി പോയിന്റിൽ ആ രണ്ട് കാര്യങ്ങളും ബാലൻസ് ആവുകയും ആ ബോഡി രണ്ട് വസ്തുക്കളും സൈമൾട്ടേനിയസ് ആയിട്ട് എർത്തിന്റെ സർഫസിലേക്ക് എത്തുകയും ചെയ്യും. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എല്ലാ മാസ് കുറവുള്ള ബോഡിക്കും മാസ് കൂടുതലുള്ള ബോഡിക്കും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഒരിക്കലും ഒരു ബോബിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും. മാസ് കുറവുള്ള ബോബാണെങ്കിലും മാസ് കൂടുതലുള്ള ബോബാണെങ്കിലും ടൈം പീരീഡ് സെയിം ആയിരിക്കും. ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ്, ഒന്ന് ലെങ്ത് ഓഫ് ദ പെൻഡുലം. ആ ലെങ്ത് ഓഫ് ദ പെൻഡുലം കൂടുന്നതിനനുസരിച്ച് ടൈം പീരീഡ് കൂടും. പക്ഷെ ഒരിക്കലും ലെങ്ത് ഓഫ് ദ പെൻഡുലം എത്രത്തോളം കൂടുന്നു അത്രത്തോളം അളവിൽ തന്നെ ടൈം പീരീഡ് കൂടില്ല. ലെങ്ത് ഓഫ് ദ പെൻഡുലം എത്രത്തോളം കൂടുന്നു ആ അളവിൻ്റെ ഒരു സ്ക്വയർ റൂട്ട് എടുത്താൽ അത്രയും അളവിലായിരിക്കും ടൈം പീരീഡ് ഇൻക്രീസ് ആകുന്നത്. അപ്പോൾ ലെങ്ത് ഓഫ് ദ പെൻഡുലം നമ്മൾ 4 ടൈംസ് ഒന്ന് ക്വാഡ്രപ്പിൾ ചെയ്താൽ ടൈം പീരീഡ് ഡബിൾ ആയിട്ട് ഇൻക്രീസ് ആവും. പിന്നെ ഉള്ളത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി കൂടുന്നതിനനുസരിച്ച് ടൈം പീരീഡ് കുറയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എർത്ത് ആ ബോബിലേക്ക് എക്സേർട്ട് ചെയ്യുകയും അത്രയും പെട്ടെന്ന് തന്നെ ബോബ് ആക്സിലറേറ്റ് ചെയ്യുകയും പെട്ടെന്ന് ഓസിലേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് കൂടുതൽ സ്പീഡിൽ ഓസിലേറ്റ് ചെയ്യും. കൂടുതൽ സ്പീഡിൽ ഓസിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് അവിടെ കുറയുക എന്നാണ് അർത്ഥം. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി കൂടുന്നതിനനുസരിച്ച് പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കുറയും. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രോബ്ലംസ് ആണ്. അതായത് ടൈപ്പ് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. ടി ഈസ് ഈക്വൽ ടു 2π√L/g എന്ന ആ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. അതിനുശേഷം നമുക്ക് നമ്മുടെ രണ്ട് ഇക്വേഷൻസ്, അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമുക്ക് കിട്ടിയ രണ്ട് സൊല്യൂഷൻസ്, വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ, അതേപോലെ തന്നെ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന ബോഡിയുടെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ, അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ. ആ രണ്ട് ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളായിട്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ x = a sin ω t + 5
ആ ഇക്വേഷൻ നമ്മൾ എഴുതി, ഡെറിവേഷൻ കണ്ടു, ആ ഇക്വേഷനിലേക്ക് എങ്ങനെ എത്തുന്നതെന്ന് കണ്ടു. അതിനുശേഷം ആ ഒരു ഇക്വേഷൻ ശരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ അല്ലെങ്കിൽ ആ ഒരു ബോബിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സ്വഭാവമാണ്. ആ സ്വഭാവം ശരിക്കും ഒരു സൈൻ വേവായിട്ടാണ് പോകുന്നത്. ആ മോഷൻ നമ്മൾ ശരിക്കും ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ശരിക്കും ആ മോഷൻ പോകുന്നത് സൈൻ വേവിൻ്റെ പോലെയാണ്. അപ്പോൾ സൈൻ വേവിൻ്റെ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി ആണ്. നമ്മുടെ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. അപ്പോൾ അവിടെ ആ ഫൈ എന്ന് പറയുന്നത് ഫേസ് ഷിഫ്റ്റ് ആണ്, അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് ആണ്. അതിനുശേഷം ഒരു സിമ്പിൾ പെൻഡുലത്തിന് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് കണ്ടു. ഒരു ഫാക്ടറാണ് ലെങ്ത് ഓഫ് ദ പെൻഡുലം, സെക്കൻഡ് ഫാക്ടർ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോബ്ലംസ് ആണ്. ടി ഇസ് ഈക്വൽ ടു 2π√m/g എന്ന ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. അതിനുശേഷം നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിലൂടെ നമുക്ക് 2 സൊല്യൂഷൻസ് കിട്ടി. വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ. ആ രണ്ട് ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു.